സുവിശേഷം മനം മാറ്റുകയല്ല, ആളെ കൂട്ടുകയല്ല, വെപ്രാളവും പരിവേഷവും ഒന്നും കാണിക്കുകയല്ല, പ്രാസമൊപ്പിച്ച് വാഹനങ്ങൾ എടുത്തിട്ട് അമ്മാനമാടുന്ന മാർഗമല്ല, എന്തെങ്കിലും മോഹദാനം കൊടുത്ത് ആളെ സംഘടിപ്പിക്കുകയല്ല, ഇങ്ങനെയുള്ള വാദ്യ ഉപകരണങ്ങൾ വെച്ച് ഇളക്കുന്നതല്ല സുവിശേഷം. തത്വസംഹിതകൾ നിരത്തി വെക്കുന്നതല്ല സുവിശേഷം. പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട്, അതൊന്നും അറിയിക്കുന്നതല്ല സുവിശേഷം. നിങ്ങൾക്കറിയാം, അറിയാൻ പാടില്ലാത്തവരുടെ അറിവിന് സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. അങ്ങനെ വന്ന ഒറ്റ ഒരാളെ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. സ്തോത്രം. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. അപ്പോൾ സ്വർഗമഹിമകൾ വിട്ട് ഈ ലോകത്തിൽ ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ഇടയ്ക്കിടയ്ക്ക് ഈ രണ്ട് ചീല് പാടുമ്പം അത് കൈകാര്യം ചെയ്തോളൂ. നാളെ നിങ്ങൾ തന്നെയാണല്ലോ. അപ്പം ഇന്നത്തെക്കാലം കുറച്ചുകൂടി ഒക്കും, നമ്മളൊന്ന് ഒത്തുവരണമല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ചില ആൾക്കാർ ധരിച്ചു വരിക്കുന്ന മിശിഹാതമ്പുരാൻ ഞങ്ങളുടെയാണ്, ഞങ്ങള് മിശിഹാതമ്പുരാനെ പ്രത്യേക സ്ഥലത്ത് ഇരുത്തിയിരിക്കുകയാണ്. അത് വർഷത്തിലോ മാസത്തിലോ ഞങ്ങളുടെ ആൾക്കാർ വന്ന് പൂട്ട് തുറക്കും. വിശുദ്ധാമ്പുരാന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചോണ്ട് ഞങ്ങള്, മനസ്സിലാകാര്യമൊന്നും അല്ല, നിങ്ങൾ എന്നെ ഒത്തോണ്ടാക്കുക എന്ന് എനിക്കറിയാം. അപ്പോൾ യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല. ഇനി അങ്ങ് ഓപ്പണായിട്ട് പറയാം, കത്തോലിക്കന്റെ കുത്തകയല്ല ക്രിസ്തു. യാക്കോബായ ഓർത്തഡോക്സ്, അങ്ങനത്തെ വടക്കൻ തിരുവിതാംകൂറിൽ സെൻട്രൽ ട്രാവൻകൂറിലൊക്കെ കനാനായ യാക്കോബ, കനാനായ കത്തോലിക്കര്, ഓർത്തഡോക്സ് യാക്കോബ്, ലത്തീന് ലണ്ടന്, CMS ആംഗ്ലിക്കൻ, പിന്നെ CSI സാൽവേഷൻ ആർമി, ഇവാഞ്ചലിക്കല്, മാർത്തോമ, കൽദായ സുറിയാനി ഉണ്ടല്ലോ, പല വകുപ്പുകളാണ്. ഇവരുടെ ആരുടെയും കുടുംബസ്വത്തല്ല ക്രിസ്തു. ബ്രദറുകാർക്ക് കുറച്ചുകൂടെ വചനത്തിൽ തിട്ടമാണെന്നൊരു വായ്പുണ്ട്. അപ്പോൾ അവര് പറയുന്നത് ഞങ്ങളെ പോലെ ഇങ്ങനെ അടുക്കടുക്കായിട്ട് കീറി പൊളിച്ച് വചനം പറയുന്ന ആരുമില്ല. ക്രിസ്തു ഞങ്ങളുടെ അവരുടേതുമല്ല. പെന്തിക്കോസുകാർ പറയുന്നത് ഞങ്ങളുടെ മാത്രമായ യേശു, വേറെ ആർക്കും ഞങ്ങൾ വിട്ട് കൊടുക്കുകയില്ല. പെന്തിക്കോസുകാരുടെ കുത്തകയൊന്നുമല്ല ക്രിസ്തു. ക്രിസ്തു മുഴു ലോകത്തിന്റെയും ദൈവമാണ്. നീ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് ദൈവത്തിന് വിഷയമല്ല. നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ മനസ്സ് വെച്ചാൽ നിനക്ക് നിന്റെ കുടുംബത്തിന്റെ രക്ഷയാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, അത് നസറയനാകുന്നു യേശു ക്രിസ്തു. യേശുവല്ലാതെ വേറൊരു രക്ഷ. ഈ ഏരിയ CSIക്കാർ കാണാൻ സാധ്യതയുണ്ടോ? CSI വന്നവരോ CSIയിലുള്ളവരോ ഒന്ന് കൈപൊക്കിക്കേ. സഭ മാറ്റാനൊന്നും അല്ല, നന്നായിട്ട് കൈപൊക്ക്. ഇങ്ങനെ പൊക്കിച്ച് താക്കാനില്ലെന്ന് പൊക്ക് കാണട്ടെ ആരൊക്കെ. നാളെ മരണം. അപ്പൊ ഇവർക്കറിയാം ഈ പാട്ട്, നിങ്ങൾ പാടണം. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. അപ്പൊ യേശു ക്രിസ്തു മാത്രം ഏകരക്ഷകൻ, അവിടുന്ന് മാത്രമാണ് രക്ഷിതാവ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രം രക്ഷിതാവ്. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശു ക്രിസ്തു. ഞാന് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന ഈ പെന്തിക്കോസ് വരുന്നത്.
നിങ്ങൾക്ക് എന്നെ പറ്റി ചിലർക്ക് അറിയാം. ഈ അടുത്ത കാലത്താണ് വേണ്ടാത്തതും കൂടെ അറിയിക്കുന്നുമുണ്ട്. അപ്പം കുറച്ചുകൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും. ഈ അടുത്ത കാലത്താണെങ്കിൽ എൻ്റെ പേര് മാത്രം അറിയത്തുള്ളൂ. ഇപ്പൊ എൻ്റെ അപ്പൻ്റെ പേര് നന്നായിട്ട് നിങ്ങളൊന്നും അറിയാൻ മേല. പക്ഷെ ഞാൻ ഇന്നലെ ലണ്ടനിൽ നിന്ന് വന്നത്. എനിക്കൊന്നും ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ മാർഗത്തിൽ വരുന്നത്. ഒറ്റ വാക്കി പറഞ്ഞാൽ, അമ്പലത്തിലെ ദീപാരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ വിവരിക്കുന്നില്ല, ഒരു പെന്തിക്കോസുകാരുടെ മുറ്റത്ത് ഒരു യോഗം. ഇത്ര ആളൊന്നുമില്ല, അങ്കുലീഭരിതമായ ആൾക്കാർ. ശാരീരിക ക്ഷീണവും വ്യതയുണ്ട്, മനോപ്രയാസമുണ്ട്. ദൂരെ നിന്ന് യോഗം വീക്ഷിച്ചു. ഒരു ഹൃദയത്തിലൊരു ചിന്ത, ഇവർ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ സൗഖ്യം കിട്ടും. അമാന്തിച്ചില്ല, അധികം മുമ്പോട്ട് ചെന്നു, പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു. അവിടെയുള്ള ഇതുപോലെ ദൈവദാസന്മാർ ചിലര് എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു സൗഖ്യമാക്കി. അങ്ങനെയാ ഞാന് ഈ പെന്തിക്കോസി വരുന്നത്. സ്തോത്രം. അല്ലാതെ എനിക്കാരും കാശ് തരാൻ പാടാ എന്നൊന്നും എന്നെ വിളിച്ചിട്ടല്ല. ചില ആൾക്കാർ പറഞ്ഞ കണ്ണടച്ച് ഫോട്ടോ എടുത്ത് അയക്കുന്നു. കൊള്ളാം, ഇങ്ങോട്ട് വന്ന് നോക്ക്, പ്രാർത്ഥിക്കാൻ പോലും കണ്ണടക്കിയല്ല. പിന്നെ ഫോട്ടോയ്ക്ക് പാഷന്മാര് പ്രാർത്ഥിക്കാം, ഉടനെ നോക്ക് ആരാന്നറിയാനാ. അതെ, അധികം വിവരിക്കുന്നില്ല. അന്ന് രാത്രി യേശു സൗഖ്യമാക്കി. ഏതാണ്ട് രാത്രിയിൽ ഒരു 11:45 കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകി. അങ്ങനെയായി മാർഗത്തിൽ വന്നത്. അപ്പൊ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഇതെന്തുവാന്ന് പോലും ഇത് അറിയത്തില്ല. ഇപ്പോഴും അറിയത്തില്ല. അറിയാവുന്ന 1-2 വാക്യമൊക്കെ പറയുന്നല്ലാതെ ഇതൊന്നും അറിയത്തില്ല. ചിലരുടെയൊക്കെ ആ നോട്ടോ ഇരിപ്പം കണ്ട ഇതുപോലെ ഞാൻ 3 എണ്ണവും കൂടെ പുതിയത് എഴുതാമെന്നും പറഞ്ഞായിരിക്കുന്നത്. അല്ല, ചിലരുടെ അഹങ്കാരമേ. ആ സ്റ്റേജിലാണെങ്കിലും സദസ്സിലാണെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ യോഗത്തിന് ചെല്ലുമ്പോഴേ ആ നോട്ടോ ഇരിപ്പം കണ്ട ഇതൊക്കെ തന്നെ ആയിരിക്കുന്നത്. ഞാൻ ഇതുപോലെ ഒരു 4-5 എണ്ണം കൂടെ. എനിക്കിത് അറിയത്തില്ല. പിന്നെ അവിടുന്ന് 1-2 വാക്യമൊക്കെ വിളിച്ച് പറയുന്നതല്ലാതെ ഇതിൻ്റെ ഒരു വിശേഷത, ഇത് പഠിക്കും തോറും നമുക്കൊരു കാര്യം പിടികിട്ടും, നമുക്കൊന്നും അറിയത്തില്ലെന്ന്. അതാ ഇതിൻ്റെ വിശേഷത. ഇത് പഠിക്കും തോറും നമുക്ക് മനസ്സിലാകും നമ്മളെ പോലൊരു വിഡ്ഢി. 2, ഇത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും തോറും കർത്താവിനോട് സ്നേഹം വർദ്ധിക്കും. എൻ്റെ അനുഭവത്തിൽ നിന്നായി പറയാനേ. ഞാൻ ഓരോ ദിവസവും ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സന്തോഷം വരാനുള്ളതിൻ്റെ കാരണത്തിൽ ഒരു കാരണം പറയാം. ആ കാരണങ്ങളെല്ലാം പറയാനല്ലല്ലോ വന്നത്. ഒരു കാരണം പറയാം. എന്നേക്കാൾ സൗന്ദര്യമല്ല, കഴിവുള്ള, ജ്ഞാനമുള്ള, അറിവുള്ള, കരുത്തുള്ള, മിടുക്കുള്ള, ധൈര്യമുള്ള, ശക്തിയുള്ള, ഒന്നുകൂടെ പറയാ, സൗന്ദര്യമുള്ള, ജ്ഞാനമുള്ള ദൈവദൂതന്മാർ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിച്ചു. കർത്താവ് അനുവദിച്ചില്ല. സൗന്ദര്യമില്ലാത്ത, ജ്ഞാനമില്ലാത്ത, കഴിവില്ലാത്ത, ശക്തിയില്ലാത്ത, ബലമില്ലാത്ത, അറിവില്ലാത്ത, യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത എന്നെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചു. അതാ ഏറ്റവും വലിയ ഭാഗ്യം. സ്വർഗസുഖം മണ്ണുവെള്ളവും അനുഭവമാകാൻ, സ്വർഗസുഖം മണ്ണുവെള്ളവും അനുഭവമാകാൻ, സ്വർഗസുഖം എമ്മിച്ചെറിയാച്ചന്റെ പാട്ടാ. സ്വർഗസുഖം മണ്ണുവെള്ളവും അനുഭവമാകാൻ, സ്വർഗസുഖം മണ്ണുവെള്ളവും അനുഭവമാകാൻ, യോഗ്യതയില്ലാകതിയ നീ കൽപ്പവുമോർഗിൽ, യോഗ്യതയില്ലാകതിയ നീ കൽപ്പവുമോർഗിൽ, ഭാഗ്യവശാൽ പാപിയാ ഞാൻ രക്ഷിതനായി, പാപശിക്ഷകൾ പോക്കി
ഭാഗ്യവശാൽ പാപിയാൻ ഞാൻ രക്ഷിതനായി, പാപശിക്ഷകൾ പോക്കി. മകാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മകാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം. മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം. സർവലോകത്തിൻ ശാപം, സർവലോകത്തിൻ ശാപം. അപ്പൊ യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന എനിക്കും കർത്തദാസന്മാരെ നിങ്ങൾക്കും ഈ മകനീയ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഭാഗ്യം നൽകി. അതുകൊണ്ട് സങ്കടത്തോടെയും നിരാശയോടെയും ഒന്ന് ഈ ശുശ്രൂഷ ചെയ്യരുത്. നല്ല സന്തോഷത്തോടെ പ്രസന്നവദനരായിട്ട് വേണം ഈ ശുശ്രൂഷ ചെയ്യാൻ. നമ്മളെക്കാൾ കരുത്തുള്ളതാ ദൂതന്മാർ. ഒരു ദൂതനിറങ്ങി ഒറ്റയടി 1,85,000. സ്തോത്രം. ആ ടൈപ്പ് ദൂതന്മാർക്ക് ഈ ശുശ്രൂഷ കൊടുത്തില്ലെന്ന്. കൽപ്പം കടയില്ലാത്ത എന്നെ നിങ്ങളെയും പിടിച്ച് ഒരു തമ്മുണ്ട് മടക്കി കുത്തി ഇങ്ങനെ നോക്കിയാൽ മതി. അന്നേരം നമുക്ക് ഈ ഏരിയയിൽ പരസ്യവും വേണ്ട, നമുക്ക് നമ്മളെ ഇത് ഏൽപ്പിച്ചല്ലോ. എന്നെയൊക്കെ വലിയൊരു തല്ലാൻ വന്നാൽ നിന്ന് കൊള്ളുകല്ലാതെ പിന്നെ തല്ലാനും ഉണ്ടെന്ന് നാളെ ഒരാൾ പറഞ്ഞു. ആട്ടെ, ദൈവത്തിന് മഹത്വം. ഓരോ സമയവും ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. അപ്പോൾ ഈ മാർഗത്തിൽ വന്നപ്പോൾ ഇതെന്തുവാണെന്നും അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല. അപ്പോൾ ആരംഭ സമയത്ത് ഈ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നല്ലേ വരുന്നേ. അപ്പൊ ആരംഭ സമയത്ത് ഇത് എനിക്കൊരാൾ ബൈബിള് തന്നു. ഞാനിങ്ങനെ ബൈബിള് നോക്കി മറിച്ച് നോക്കിയപ്പം 4 സുവിശേഷം, മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, 4 സുവിശേഷം. പാഷ പറഞ്ഞത് സുവിശേഷം ഒന്നേ ഉള്ളെന്നാണ്. അപ്പൊ ഇത് സംശയത്തിന് ഹേതുവായി. എന്നാൽ ദൈവസഭയിൽ ചെന്ന് ഇതുപോലെ അവിശുദ്ധന്മാർ ദൈവവചനം പഠിപ്പിച്ച് അത് കേട്ട് പഠിച്ച് വായിച്ച് ഗ്രഹിച്ചപ്പോൾ പിടികിട്ടി സുവിശേഷം 4 ഇല്ല, സുവിശേഷം 1 ഉള്ളൂ. അത് യേശു ക്രിസ്തു. എന്നാൽ ഈ സുവിശേഷത്തിന്റെ 4 വിശേഷതകളാണ് ഈ 4 പേരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ന്യായമായി ചിന്തം സുവിശേഷത്തിന് 4 വിശേഷതയുള്ളോ? അല്ല. 4, 40, 400 ഒന്നും അല്ല. സുവിശേഷത്തിന് ഒത്തിരി സുവിശേഷത്തിന് വിശേഷതയുള്ളല്ലോ. സ്തോത്രം. എന്നാൽ സുവിശേഷത്തിന് 4 വിശേഷത. അതിങ്ങനെ ഞാൻ പറയാനുള്ളത് നിങ്ങൾക്ക് പറയാ. യേശു ക്രിസ്തുവിന്റെ വിശേഷതകൾ ഇഷ്ടംപോലെ വിശേഷതയാണ്. അതിലെയോ സഹോദരിമാരെല്ലാം വന്ന് ശൂന്യങ്കാരോട് ചോദിച്ചു, നീ കുറെ നാൾ കൊണ്ട് ഇങ്ങനെ പാടിയും പറഞ്ഞും തുള്ളിയും ചാടിയും എന്തുവാ ഇങ്ങനെ? അപ്പൊ അവള് പറഞ്ഞു, മാമ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ പറ്റി ഇങ്ങനെ സന്തോഷിച്ച് തുള്ളുക. അപ്പൊ അവര് ചോദിച്ച്, നിന്റെ പ്രാണപ്രിയൻ ആരാ? അയ്യോ, അതൊരു ഇടയ ചെറുക്കനാ. അതെങ്ങനെ എൻ്റെ ചരിത്രം? അവള് വിവരിക്കുന്നത്, അവള് പറഞ്ഞ്, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച് നാരകത്തിൻ്റെ ചുവട്ടിലിട്ട് ഞാൻ ചാകാറായി കിടന്നതാ. കണ്ണുമെല്ലാം വന്നടഞ്ഞ്, പിളയെല്ലാം വന്നടിഞ്ഞ്, ചോരയെല്ലാം പറ്റി അവസാനം കരയാൻ കെൽപ്പില്ലാതെ നാരകത്തിന് ചുവട്ടി കിടന്നതാ. ഒരു കണ്ണിന് പോലും ദയയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആടുകളെ തീറ്റ് വരുന്നൊരു ഇടയച്ചെറുക്കൻ ഇങ്ങനെ ഗിലെയാദ് മലഞ്ചെരുവിൽ കൂടെ അതിനപ്പുറ ഭാഗത്തൂടെ ഒക്കെ ആടിനെ തീറ്റി ഇങ്ങോട്ട് വന്നപ്പം ആട് മുന്നേ, ഇടയം പുറകെ. അപ്പോൾ മുന്നേ വന്ന ആട് അറച്ചു നിന്നു. അപ്പൊ പുറകെ വന്ന ഇടയന് മനസ്സിലായി എന്തോ പരുവക്കേടാണ്. ഇടയൻ ആടിനെ വകഞ്ഞു മാറ്റി, എൻ്റെ ഭാവനയും കൂടെ ചേർത്ത ആടിനെ വകഞ്ഞു മാറ്റി വന്ന് നോക്കുമ്പോൾ മരണവക്ത്രത്തിൽ അകപ്പെട്ട ഒരു ചോര കുഞ്ഞ്. തള്ള പ്രസവിച്ചേച്ച് മാറിക്കളഞ്ഞതാ. ഇന്നലെയും പേപ്പർ വായിച്ചല്ലോ, ബക്കറ്റിനകത്ത് ഒരുത്തി കിട്ടുന്നത്. ഇവള് ബക്കറ്റ് കിട്ടു, തള്ള നാരകത്തിന്റെ ചുവട്ടിലിട്ടു. രണ്ടും ചെയ്യുമാ. ഇവിടെ ഒന്നും പേപ്പർ വരുത്തുന്നില്ലേ? നിങ്ങളിനി മനോരമക്കാരുമായിട്ട് ഉടക്കാമെന്ന് ദേശാഭിമാനിക്കകത്തുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് കൂടുതൽ ഇത് കൊടുക്കുമെന്ന് അറിയത്തില്ല. എല്ലാത്തിനും ഉണ്ട്, എല്ലാ പേപ്പറിലും. എവളെ ബക്കറ്റിലിട്ടു,
മറ്റേ നാരകത്തിന്റെ ചുവട്ടിലിട്ടു. ബക്കറ്റിൽ കിടന്ന കുഞ്ഞിപ്പോ രക്ഷ. ഒരമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല. അല്ല, പുസ്തകത്തിൽ വാക്യമുണ്ട്, അമ്മ മറന്നാലും ഞാൻ നിന്നെ. അപ്പൊ അതിൻ്റെ അർത്ഥം അമ്മ മറക്ക് വന്ന ഇല്ലേ? ഈ കൊച്ചുങ്ങളെയൊക്കെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് അമ്മയുടെ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം. കൊച്ചുങ്ങൾക്ക് അത് കാരണം അമ്മയോടാ കൂടുതൽ പറ്റുമാന. അപ്പനെ കാണാൻ സ്നേഹം ഇല്ലെന്നല്ല, ഓ പപ്പ അവിടെ കണ്ടിരിക്കും, അമ്മയോട് ഞാൻ കാര്യം പറയട്ടെ. അത് കുറ്റമല്ല, ഒരു പ്രകൃതം അങ്ങനെ. എന്തായാലും അങ്ങനെയുള്ള അമ്മയും മറക്കും. പക്ഷെ മറക്കാത്തൊരു കർത്താവുണ്ട്. ഒരു പാട്ടില്ലേ, തായ് മറക്കായെങ്കിലും എന്നെ മറക്കാ സ്നേഹിതനേ, തായ് മറക്കായെങ്കിലും എന്നെ മറക്കാ സ്നേഹിതൻ. അപ്പൊ അമ്മ മറക്കും, എന്നാലും മറക്കാത്തൊരു കർത്താവുണ്ട്. അപ്പൊ ആടുകളെ വകഞ്ഞു മാറ്റി വന്നപ്പോൾ ഒരു ചോരക്കുഞ്ഞ് യഹൂദന്റെ പ്രമാണം അനുസരിച്ച്, അല്ലെങ്കിൽ ഇവന്റെ വ്യവസ്ഥ അനുസരിച്ച് കൊച്ചിനെ തൊടാൻ ഒക്കത്തില്ല. കാരണം ചോരയെ പെരണ്ട് കിടക്കുക, രക്തത്തിൽ സ്പർശിക്കരുത്, അശുദ്ധനാ. അപ്പൊ എന്റെ ചിന്തയെ പറഞ്ഞാൽ, ഈ ചോര പൊതിഞ്ഞ കുഞ്ഞിനെ കോരിയെടുക്കാൻ ഒരുങ്ങിയ ഉടനെ ആ പ്രമാണം വിലക്കി, തൊടരുത്. പർവ്വതത്തിൽ കൊടുത്ത പ്രമാണമേ, അത് അവര് വൈബ്രേഷനിലേ സംസാരിക്കുള്ളൂ. തൊടരുത്. ഓ, നിങ്ങൾക്ക് മനസ്സിലാകാരിയാണോ? തൊടരുത്. അപ്പം ഒന്നറച്ചു. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവരുടെ യോഗത്തിന് പോകരുത്, സ്നാനപ്പെടരുത്, മറുഭാഷ പറയരുത്. അപ്പൊ ഈ പ്രമാണം വിലക്കി തൊടരുത്. കാരണം ഇവന് അശുദ്ധനായിത്തീരും. ന്യായപ്രമാണത്തെ പറ്റി പുസ്തകം പഠിപ്പിക്കുന്നത് കൊല്ലുന്ന പ്രമാണമാണ്. ഇത് ശത്രുവാണ്. ആ കൊല്ലുന്ന പ്രമാണം വിലക്കിയപ്പോൾ എന്റെ ഭാഷയെ പറയാം, കൃപയുടെ പ്രമാണം കൊച്ചിനെ കോരിഞ്ഞെടുത്തു. സ്തോത്രം, സ്തോത്രം. കല്ലുകളിൽ വരച്ചതാം ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്നായി നമ്മെ, കല്ലുകളിൽ വരച്ചതാം ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്നായി നമ്മെ, അല്ലൽ കൂടാതെ തന്റെ തുല്യം ഇല്ലാത്തത്, അല്ലൽ കൂടാതെ തന്റെ തുല്യം ഇല്ലാത്തത് ഉള്ളിൽ കണ്ടെത്തി പുതുവുള്ളം പകർന്നവ ദേവജന സമാജമേ, നിങ്ങളശേഷം ജീവനാഥനെ സ്തുതിപ്പിൻ, നിങ്ങളശേഷം ജീവനാഥനെ സ്തുതിപ്പിൻ. അപ്പൊ ഈ കൊല്ലുന്ന പ്രമാണം അത് വിലക്കി, എന്നാൽ കൃപയുടെ പ്രമാണം കൊച്ചിനെ കോരിയെടുത്തു. എന്റെ വിഷയം അതല്ലാത്ത കൊണ്ട് അധികം നിന്ന് പറയുന്നില്ല. ആ ഇടയ ചെറുക്കൻ ഒന്നും അമാന്തിച്ചില്ല. കോരിയെടുത്ത് ചോരയെല്ലാം ഒപ്പി തുടച്ച് തോർത്തി ക്രമപ്പെടുത്തി ആ കവളത്ത് എൻ്റെ ഭാവനയെ മുത്തവൊക്കെ ഇട്ട് മാറോട് ചേർത്ത് അമ്മയുടെ അടുക്ക കൊണ്ട് കൊടുത്തേച്ച് പറഞ്ഞു, വളർത്തിക്കോണം, ആടനെ തീറ്റാൻ പോവുക, തിരിച്ചു വരുമ്പം ഞാൻ കൊണ്ടുപോക്കോളാന്ന്. അവിടുന്ന് പോയിട്ടുണ്ട്, തിരിച്ചു വരുമ്പോൾ കൊണ്ടുപോകും. അതാ പ്രത്യാശ. തിരിച്ചു വരുമെന്നുള്ളത് ഉറപ്പാണ്. സ്തോത്രം ആട്ടെ, അത് വേറൊരു വിഷയം, അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ പെൺകുട്ടി അതാ പറഞ്ഞത്. അങ്ങനെയുള്ള ആ ഇടയച്ചെറുക്കനെ പറ്റിയാ ഞാൻ പാടുന്നത്. അപ്പൊ അവര് ചോദിച്ചു, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ വിശേഷത വല്ലോ
അവള് പറഞ്ഞ മുഴുവൻ വിശേഷതയാ, മുടി മുതൽ നഖം വരെ വിശേഷതയാ. മുടി മുതൽ ഒന്ന് വായിച്ചേര്, 5:10 മുതൽ വായിച്ചേര്. മോനെ ഉത്തമഗീത അല്ലയോ, അവിടെ അല്ലയോ ഈ വിഷയം കിടക്കുന്നത്. അത് തന്നെ 5:10 മുതൽ വായിച്ചടേന്ന് വായി. ഉത്തമഗീത ആയതുകൊണ്ടാണ് എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ, എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പും ഉള്ളവൻ. അതാ വിശേഷതയാ. 10,000 പേരിൽ അതിശ്രേഷ്ഠൻ, 10,000 പേര് അതിശ്രേഷ്ഠൻ. അവന്റെ ശിരസ്, അതാ മുടി മുതൽ തുടങ്ങുക. അവന്റെ ശിരസ് വിശേഷമായ തങ്കം. അത് ഡൈ അടിച്ച് നടക്കൊന്നും അല്ല. ശിരസ് വയസ്സ് 79 കഴിഞ്ഞ് ഇപ്പോഴും കൊച്ചു കളിച്ച് നടക്കുക. അത് പോട്ടെ, ആവശ്യമുള്ളവരെ എടുത്തോളും. മോമായിര് അവന്റെ ശിരസ് അതിശേഷമായ തങ്കം, അതിശ്രേഷ്ഠമായ തങ്കം. പിന്നെ അവന്റെ കുറുനരികള് ചുരുണ്ടും കാക്കയെ പോലെ ചുരുണ്ട. അല്ലാതെ ഇങ്ങനെ ഇപ്പോഴത്തെ ചില സഹോദരിമാരുണ്ട് ഇങ്ങനെ, എന്നാ പറയാന്നറിയാൻ പറ്റും. എന്താ ഞാൻ പറഞ്ഞാൽ തെറ്റും, നിങ്ങൾ തന്നെ പറയുന്ന നല്ലത്. ചുരുണ്ടും കാക്കയെ പോലെ ഇരിക്കുന്നു. അടുത്തത് അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്ത് മാവുകൾക്ക് തുല്യം. നല്ല കണ്ണാ, അല്ല തെങ്ങ നോക്കുമ്പോ മാവേലൊന്നും അല്ല. അടുത്തത് അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതും ആകുന്നു. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും. നല്ല കവിള, സുഗന്ധ സസ്യങ്ങളുടെ തടം. അല്ലാതെ വലിച്ചു സോഡാക്കുപ്പി പോലെ അങ്ങനൊന്നും അല്ല കവിള്. കുത്തിയിരുന്ന് കലിങ്കലിരുന്ന് വലിച്ച് അണപ്പല്ലും പോയി. നല്ല ഒന്നാന്തരം കവിള്. വായിരുന്നു. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറും തൈകളുടെ ഭാരവും. അവന്റെ അധരം താമരപ്പൂ പോലെയും. അവന്റെ അധരം നല്ല താമരപ്പൂ പോലെ. അല്ലാതെ നിന്നെ കൊല്ലും തിന്നും, ഇന്ന് രാത്രി നിന്നെ സംഹരിക്കും. ലാവണ്യവാക്ക് അവിടെ നിന്നോട്ട് ഇറങ്ങി വരുന്നത്. ലാവണ്യവാക്ക്. അല്ല എനിക്ക് തരാനുള്ളത് തന്നില്ല, ഇന്ന് ഞാൻ നിന്നെ സംഹരിച്ചേച്ചേ. അങ്ങനെ യേശു ആരും പറയും. യേശു കൊല്ലാൻ വന്നല്ലേ, അത്തവനെല്ലാം ജീവിപ്പിച്ചു പോയ ആളാ. സ്തോത്രം. അപ്പോൾ അടുത്ത വാക്യം വായിരേ. അവന്റെ ആദരം താമരപ്പൂ പോലെ ഇരിക്കുന്നു, അത് മുറിതൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. വായി നിറങ്ങുന്ന എല്ലാം മൂറിന്റെ തൈലം പോലെ. മനസ്സിലായി എന്ന് പറഞ്ഞാൽ നല്ല വാക്കാ അവിടുന്ന് പറയുന്നത്. ഞാനോ ലോകാവസാനത്തോടെ എല്ലാ നാളും ഇങ്ങനെയുള്ള വാക്കാ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഇതൊക്കെ ഈ വായിന്ന് വരുന്നത്. അല്ല നിന്നെ നിന്റെ കുടുംബത്തെ ഞാൻ ഭസ്മീകരിക്കും, അങ്ങനൊന്നും അല്ല പറയുന്നത്. നല്ല സ്തോത്രം. വായിച്ചോ മോനെ, നേരെയല്ല. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണ നാളങ്ങൾ പോലെ. അടുത്തത് അവന്റെ ഉദരം നീലരത്നം പതിച്ച, അവന്റെ ഉദരം നീലരത്നം പതിച്ച ദന്തനിർമ്മിതം. പിന്നെ അവന്റെ തുട തങ്കച്ചുടിൽ നിർത്തിയ വെൺകൽത്തുവൽ. അടുത്തത് അവന്റെ രൂപം ലെബാനോനിലെ ദേവദാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു. അവന്റെ വായ് ഏറ്റവും മധുരമുള്ളത്. അവൻ സർവാംഗ സുന്ദരൻ തന്നെ. സർവാംഗ സുന്ദരൻ. അടുത്തത് യെരുശലേമിൻ പുത്രിമാരെ, ഇവനത്രേ എന്റെ പ്രിയൻ, ഇവനത്രേ എന്റെ സ്നേഹിതൻ. ഇത് തന്നെയാണ് എന്റെ സ്നേഹിതൻ. ഇവനെ പറ്റിയാണ് ഞാൻ വർണ്ണിക്കുന്നത്, അവനെ പറ്റിയാണ് ഞാൻ സ്തുതി പാടുന്നത്. ഇന്ന് രാത്രി യോഗ്യതയുള്ളവൻ, ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്ത പരമവിശുദ്ധനായ ക്രിസ്തു ഏടി തൊട്ട് മുടി വരെ ഊനമൊന്നുമില്ലെന്നുള്ളതാണ്. പാട്ടെല്ലാം വരുന്നുണ്ട്. സാധാരണ എൻ്റെ കൂടെ എടുത്ത് പാടാൻ 2 പേര് കാണുന്നതാ. അവരിന്നില്ല, അവർക്ക് വേറൊരു ശുശ്രൂഷയ്ക്ക് ചൂപ്പാസ്റ്റും പോയി. എന്നാലും നിങ്ങൾ എന്നെയും കൂടെ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ, വലിയ കാര്യം. സ്തോത്രം. ഭാഗത്തൊക്കെ ഉണ്ടെന്ന് അറിയാം എനിക്ക്, കൂടെ ആളില്ലാത്തത് കൊണ്ട്. എന്നാലും നിങ്ങൾ അറിയാവുന്നൊരു പാട്ട്, TKS പാടിയൊരു പാട്ടുണ്ട് യേശു ക്രിസ്തുവിനെ പറ്റി. അദ്ദേഹത്തിന്റെ പാട്ടെല്ലാം ക്രിസ്തു മാഹാത്മ്യമാണ്. അപ്പൊ TKS പാടിയ ഒരു പാട്ടിന്റെ 2 വരി പാടാം. യാതൊരു ഊനമില്ലാത്തവനാ ക്രിസ്തു. TKS ഇങ്ങനെയാ പാടിയത്. ഉന്നത ദൈവാനന്ദനുലകിൽ വന്നിതു കന്യാജാതനായി, ഉന്നത ദൈവാനന്ദനുലകിൽ വന്നിതു കന്യാജാതനായി, ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം, ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം.
എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനീസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനീസ്തുലം. കാണുന്നില്ലി മനുജനിലം മുഴജയിടുക മരണമതിൻ വിധി എഴുതിയ ദീപനെ പ്രതി മാത്രം ഭൂമിയൽ പാടാൻ നേരമില്ല. കലിച്ചത ലേശം പോലും ഇല്ല. എത്ര കോടതി മാറി മാറി വിസ്തരിച്ച ഒരു കുറ്റവും കണ്ടില്ലല്ലോ. അന്നാസും അയ്യപ്പാവും അമ്മായിപ്പനും അനന്തനും ഒത്തോണ്ട രണ്ടും അടുത്തടുത്ത ബിൽഡിങ്ങിലാ താമസിക്കുന്ന. അതാ വെളുപ്പിനെ വിസ്തരിച്ച് ഇവിടുന്ന് പിടിച്ച് ഉടനെ തന്നെ കയ്യപ്പാടൊക്കെ കൊണ്ടുപോയി തൊട്ടടുത്ത ഒരു ഒത്തോണ്ട. പക്ഷെ ഒരു കുറ്റവും കണ്ടില്ല. കള്ളസാക്ഷികൾ അനേകര് വന്നെന്ന ഒത്തു വന്നില്ല. ഇവിടെ ഈ കാശ് കൊടുത്ത ആരാ കള്ളസാക്ഷി പറയാതെ? ഇല്ലേ? പറയല്ലേ? ഉള്ള തെളിവുണ്ടെന്ന് നീ തെളിവെന്ന് ഇറക്കുക. അതൊന്നും ഇപ്പൊ ഇറക്കുകയല്ല. നിങ്ങൾക്ക് അതും പിടികിട്ടിയില്ല. കള്ളസാക്ഷി ഇഷ്ടം കാശ് കൊടുത്താരാ കള്ളസാക്ഷി വരാത്തെ? യവന്മാര് നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചാ കള്ളസാക്ഷി. അത് രാത്രി വിസ്താരമായിരുന്നു. ഇഷ്ടംപോലെ കള്ളസാക്ഷി. രാവിലെ സെന്നിധിരി സംഘങ്ങളുണ്ട് 72 പേര്. അപ്പൊ അവര് വിസ്തരിക്കാൻ നേരത്ത് പ്രമാണം വെച്ചാ വിസ്തരിക്കുന്നത്. അത് സംഖ്യാപുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും പുറപ്പാടിലും ഒരുത്തന്നെ നേരെ 2 3 സാക്ഷികൾ വാമൊഴിയാൽ ഉറപ്പിക്കണം. അത് കൃത്യം തെളിവായിരിക്കണം. അതിനാ പിറ്റേന്ന് രാവിലെ 2 സാക്ഷികളെ കൊണ്ടുവന്ന് എഴുതിയിട്ടുണ്ട്. രാത്രി രാവിലെ എന്നിട്ട് ഒത്തു വന്നില്ലെന്ന്. ഒരു കുറ്റവുമില്ലാത്തവനാ ക്രിസ്തു. ക്രൂശിൽ കിടന്ന ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തൻ പറഞ്ഞു, നമ്മൾ തെറ്റ് ചെയ്തിട്ട് ക്രൂശ കയറി. ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവിടുത്തെ തിരുമരണ സമയത്ത് ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, കല്ലറകളൊക്കെ തുറന്നു, ദിവാലികത്തിന്റെ തിരശീല മുകളിൽ നിന്ന് 2 ചീന്തി, ആകാശം ആമെ കരിമ്പടം പോലെ കറുത്തു, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ആകാശം മാറി, കൂരിരുട്ട്. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തല്ല വല്ലാത്തൊരു അന്തരീക്ഷം. അപ്പോൾ ശതാധിപന്മാരിൽ ഒരുത്തം പറഞ്ഞു, വാസ്തവമായിട്ട് ഇവ നീതിമാനായിരുന്നു. പീലാത്തോസ് വിസ്താരവേളയിൽ കുറ്റമൊന്നും കാണാഞ്ഞത് കൊണ്ട് പറഞ്ഞു, വെള്ളമെടുത്ത് കൈ കഴുകി പറഞ്ഞു, നീതിമാന്റെ രക്തത്തിൽ എനിക്ക്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സ്വപ്ന ദർശനം ഉണ്ടായെന്ന്. അതേ ഒരു കാര്യം പറഞ്ഞേക്കാം, ആ നീതിമാന ദോഷമായിട്ടൊന്ന് ഒപ്പിച്ച് വെച്ചേക്കത്. സ്തോത്രം. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമേശാത്തവൻ, യാതൊരു അകൃത്യമില്ലാത്തവൻ, കളങ്കമില്ലാത്തവൻ ആ ക്രിസ്തു. അടി തൊട്ട് മുടി വരെ ഒരു ഊനമില്ലെന്നുള്ളതാ. പോലെ ശ്രേഷ്ഠനാകുന്ന യോഗ്യനാകുന്ന മറ്റൊരുത്തനില്ല. പാടാൻ വയ്യ, ഇപ്പൊ എടുത്ത് പാടുന്നത് കൊണ്ട് ഞാൻ പാടാം. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മരുവും മരുവിൽ ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നൻ ക്രിസ്തുവാ. 10,000ങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ക്രിസ്തുവാ. അപ്പൊ ശ്രദ്ധിക്കുക, ഊനമില്ലാത്ത, പാപമില്ലാത്ത, കളങ്കമില്ലാത്ത ഒരുവൻ മാത്രം നസ്രയനാകുന്ന യേശു ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ മഹത്വകരമായ വിശേഷതകളാണ് 4 പേരും ഓടിച്ചു പറയാ 4 പേരും അറിയിച്ചിരിക്കുന്നത്. അതിങ്ങനെ ചിന്തിക്കുന്ന നല്ലതാ. യേശു ക്രിസ്തു രാജാതി രാജാവാ. യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച വ്യക്തിയാ. 3 യേശു ക്രിസ്തു ദാസരൂപമെടുത്ത മഹത് വ്യക്തിയാ. ആമേൻ. ഒടുവിൽ യേശു ക്രിസ്തു ഏക സത്യ നിത്യ ദൈവമാണ്. അപ്പൊ ഒറ്റവാക്കി പറഞ്ഞ യേശു ക്രിസ്തു രാജാതി രാജാവാണ്, പൂർണ്ണ മനുഷ്യനായിരുന്നു, ദാസരൂപമെടുത്ത വ്യക്തിയാ, അവിടുന്ന് ദൈവമാണ്.
യേശുക്രിസ്തുവിന്റെ രാജ്യത്വം, മനുഷ്യത്വം, ദാസ്യത്വം, ദൈവത്വം, ഇതാണ് ഈ 4 പേരും തെളിയിച്ചിരിക്കുന്നത്. മത്തായി ക്രിസ്തുവേശു രാജാതി രാജാവാണെന്ന് തെളിയിച്ചു. അതല്ലേ വന്ന് വിദ്വാന്മാര് ചോദിച്ച കാര്യം, രാജാവായി പിറന്നവൻ ഇവിടെ എത്ര നാൾ പിറന്ന് പിന്നെ പരുവക്കേട് പിടിച്ചാ പലതും രാജാവാകുന്നത്, അത് തന്നെ ശരിയാകുന്നു ഇല്ല. സ്തോത്രം. നാളെ രാജാവ് ബനിയനിട്ട് നിൽക്കുന്ന കണ്ട് അതിന് രാജാവാ. അവിടുന്ന് പിറന്നതേ രാജാവായിട്ടാ. സ്തോത്രം, സ്തോത്രം. അട്ടിട്ടൂട്ടമാക്കി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ, പട്ടിനുള്ള മൂല വസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ക്ലിഷ്ടമാം കിടപ്പും കണ്ടു ഞാൻ നമിക്കും ദേവിയോൻ മനവാളനെ, ശ്രീ നരപതിയേ മനവാളനെ. അപ്പോൾ സൈമൺ സാർ കൊടുത്തിരിക്കുന്ന പ്രയോഗം, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവം. പട്ടിനുള്ള മൂലവസ്തു അതെന്നാ? പട്ടിനുള്ള മൂലവസ്തു പട്ടിനുള്ള ഉറക്കപ്പറ മോളെ, ശരിയാ. പട്ട് നൂൽപ്പുഴു, അതിൽ നെല്ലിയോ പട്ട് എന്റെ നൂലെടുക്കുന്നേ. അതൊന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, എവിടെ നിന്നും എടുത്തോണം, ഞങ്ങൾക്ക് സാധനം കിട്ടണമെന്നേ. അപ്പോൾ സാറിന്റെ പ്രയോഗം, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, അവിടുന്ന് രാജാതി രാജാവാ. പ്രൈസ് ദി ലോർഡ്. മത്തായി യേശുക്രിസ്തു രാജാതി രാജാവാണെന്ന് തെളിയിച്ചു. ലൂക്കോസ് സമ്പൂർണ്ണ മനുഷ്യനായിട്ട് അങ്ങോട്ട് അവതരിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കാം, അതിന് തെളിയിച്ചു കാണിച്ചു. മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കാം യേശു തെളിയിച്ചു. ചെല്ലു പറഞ്ഞു, അയ്യോ നമ്മളെ കൊണ്ട് അതൊന്നും ഒക്കെ പറ്റും. യേശു തെളിയിച്ചല്ലോ. അവിടുന്ന് ദാസരൂപം എടുത്തു, അവിടുത്തെ ശ്രേഷ്ഠതയാ. എന്നാൽ യോഹന്നാന്റെ എഴുത്തിന്റെ വിശേഷത, അവിടുന്ന് ദൈവമാണെന്ന് തെളിയിച്ചു. ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, കർത്താവാകുന്ന ക്രിസ്തു. നമ്മൾ ഇന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് വായിച്ചത്. അധികം വിസ്തരിച്ചു പോകുന്നില്ല, ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും കേൾക്കുന്നവർക്ക് അവരുടെ അറിവിനാ, അവരെയും കൂടി ഉന്നം വെച്ചാന്നല്ലോ ഈ സുവിശേഷ യോഗം. നമ്മൾ എന്തിക്കോസുകാരെല്ലാം കൂടി ഇങ്ങനെ പോകാനാണ്. നമുക്ക് നാളെ പകല് ഹോളിനകത്ത് ഞാൻ വേറെ ദൂത് കൊണ്ടുവന്നിട്ടുണ്ട്, തരാം. എന്നിപ്പോ ഇത് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, യോഹന്നാന്റെ എഴുത്തിന്റെ ഉദ്ദേശം യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് അറിവുള്ള കാര്യമാ, അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊന്തി പൊങ്ങി വന്നൊരു പുത്തൻ ദൈവമല്ല ക്രിസ്തു, അവിടെ നിത്യനാ. യേശുക്രിസ്തുവിന്റെ പടക്കം 50 വർഷമോ 100 വർഷമോ 1000 വർഷമോ 10000 വർഷമല്ല. അവൻ സങ്കീർത്തനക്കാരെ പാടിയിരിക്കുക, അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാണ്. അതിലെ 90-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ പഴക്കത്തെ പറ്റി കൊടുത്തിരിക്കുന്ന വാക്യം നമുക്കെല്ലാം മനഃപ്പാടമാ. പക്ഷെ ആരും അതങ്ങനെ എപ്പോഴും വായിക്കാറില്ല. നമ്മൾ അടുത്ത അധ്യായമാണ് സാധാരണ കുടുംബ പ്രാർത്ഥന വായിക്കുന്നത്. 90 പെട്ടെന്ന് തട്ടി മാറ്റി വെച്ച് 91 നമ്മൾ വായിക്കും. കുടുംബ പ്രാർത്ഥനയിൽ 90-ാം സങ്കീർത്തനം വായിക്കുന്നത് വളരെ വിരളമാണ്. 90 ചെറുക്കനോ പെങ്കൊച്ചോ വായിക്കണം, നിനക്കത് മാത്രം കിട്ടുകയുള്ളൂ. അച്ചായം വയ്യാതെ കിടക്കുന്നു, നീ നമ്മൾ തള്ളയുടെ വിചാരം സങ്കീർത്തനം വായിച്ചോണ്ട് അച്ചാനെയും കൊണ്ട് സങ്കീർത്തനം അങ്ങ് പോതക്കേടാ. മോൻ വായിച്ചോ പോനെ, അഥവാ പോകാന്ന് പൊക്കോട്ടെ. പിന്നെ 90 നന്നായിട്ട് വായിച്ചു. കർത്താവേ നീ തലമുറ തലമുറയായി, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ ആയിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയായും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിന് മുൻപ് നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഹ്റോന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ മക്കൾ ഭാരപ്പെട്ട് വിലപിച്ച് ആകുലചിത്തരായിട്ടിരുന്നപ്പോൾ വിലപിച്ചിരുന്ന ഇസ്രായേൽ മക്കളുടെ പ്രത്യാശയുടെ കൊടുമുടിയിലേക്ക് പിടിച്ച് ഉയർത്തുന്ന ശ്രേഷ്ഠമേറിയാണ് അഹരോന്റെ അനുജനാകുന്ന പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയുടെ പ്രാർത്ഥന. അതാ 90-ാം സങ്കീർത്തനം. നല്ല രീതിയിൽ അങ്ങോട്ട് വായിച്ചാൽ ആകം കത്തി സന്തോഷിച്ച് തുള്ളിച്ചാടും.
ഇത് വെപ്രാളമാ. ഭാഷക്ക് വേറെ ഒന്നും ഒരു വാക്യോ. സ്തോത്രം. നല്ല പ്രത്യാശയുടെ സങ്കീർത്തനമാണ്. നീ മർത്യനെ പൊടിയിലേക്ക് ഏകവചനമാ. മർത്യനെ ഏകവചനം, മർത്യൻ ഏകവചനത്തിൽ അങ്ങോട്ട് ചേർക്കുന്ന പറഞ്ഞാൽ മരിച്ചു കഴിയുന്നവരെ ഓരോരുത്തരും അങ്ങോട്ട് നമ്മൾ മണ്ണിന് മണ്ണായിട്ട് കൊടുക്കുന്നത്. അടുത്തത് ബഹുവചനമാണ്, മനുഷ്യപുത്രന്മാര് എന്ന് പറഞ്ഞാൽ പല സമയങ്ങളിൽ, പല ദിവസങ്ങളിൽ, പല കാലങ്ങളിൽ അനേക വിശുദ്ധന്മാർ കർത്താവിൽ നിദ്ര പ്രാപിക്കും, അവരെ മണ്ണിന് ഏൽപ്പിച്ചു കൊടുക്കും. എന്നാൽ കാഹളം അങ്ങോട്ട് ധ്വനിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ വരും. അതാണ് നമ്മുടെ പ്രത്യാശ. അപ്പോൾ അങ്ങനെ പ്രത്യാശാപൂരിതമായ ഈ സങ്കീർത്തനത്തിന്റെ പ്രാരംഭവാക്യത്തിലെ മോശയുടെ പ്രാർത്ഥന, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാ. അടുത്ത പദമാ, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായി ശാശ്വതമായും എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ പർവ്വതം ഉണ്ടായി കഴിഞ്ഞുണ്ടായ ദൈവമല്ല. മനസ്സിലായോ? കുന്നും മലയും ഉണ്ടായതിന് ശേഷം ഉണ്ടായ ദൈവമല്ല യേശു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മല ഉണ്ടായതിന് ശേഷം ഉണ്ടായ ദൈവമല്ല, കുന്നും മലയുമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ദൈവം. അവിടുന്ന് നിത്യനായ ദൈവം, ഏക ദൈവം, സത്യദൈവം, ജീവനുള്ള ദൈവം യേശു ക്രിസ്തു. സ്തോത്രം. ഞാന് ഈ വേദവികാരത്തിൽ നിന്നൊക്കെ ചില ഭാഗം ചൊല്ലും. അത് സാറിൻ്റെ പ്രയോഗങ്ങൾ നല്ല പ്രയോഗമാണ്. അത് ഭാഷാജ്ഞാനമുള്ളവർക്ക് കുറച്ചുകൂടെ ആസ്വാദ്യമാണ്, സുഖപ്രദമാണ്. എനിക്ക് വലിയ ജ്ഞാനമൊന്നുമില്ല, പിന്നെ അറിയാവുന്നതൊക്കെ അങ്ങ് പറയുന്നതേ ഉള്ളൂ. അപ്പൊ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ആ ദൈവത്തിൻ്റെ പടക്കത്തെ പറ്റി ഇങ്ങനെ, യാതൊരു കാലത്തെയാണാദിയായി നിർദ്ദേശിപ്പതിന് ആയതിന്നറുതിയില്ലാതുള്ള യുഗം മുൻപും ഏതിലേലും വിട്. വിതരൂപനായി വിമലാപനായി നിന്ന മഹാനീതി നീരധിക ഞാനാദരാൽ വന്നിക്കുന്നേ. അങ്ങനെ വേണം. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ, സകല ലോകങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമകാരന്മാരിലാതവൻ മോസസും സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക്. ഇനി തിയോളജിയന്മാർക്ക് ഞാൻ പറയുന്ന കാര്യം പെട്ടെന്ന് ഗ്രഹിക്കാം. ആഗമകാരന്മാരിലാതവൻ മോസസും സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക്. ഏലൊന്നോരെ പ്രിയമാം എബ്രായ പദമാണ്. ഏലൊന്നോരെ പ്രിയമാം നാമമോദിയത് മൂലവസ്തുവാം നാഥൻ ഉപദേശിച്ചിനല്ലോ. ഇലോകി ശദ്ധായിയു എലോകി അഡോണായി വിലോപമെന്നേ യാഗ്വേ യഹോവ യാഗെന്നല്ല മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമമീജനാൽ പ്രകർഷിതമെന്നേ വേണ്ടു. സമയമില്ലാത്ത ഓടിച്ചങ്ങ് പോകാം.
ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും മർത്തിക്കലും കൂടസ്ഥൻ നിജാശകനാത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും പുഷ്പകാലത്ത് കളകണ്ഡങ്ങളെ കൂചിതം പോലെ അല്ല അധീശനെ മാനുഷരറിയ എന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലകന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ല. ഇപ്പോഴും തപ്പി നടക്കുക. അടുത്ത കാലത്തിലാണ് പറഞ്ഞു ഒരു നക്ഷത്രം കൂടെ കണ്ടെന്ന്.